إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതും നമ്മളുടെ വിശ്വാസമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് പണങ്ങൾ നമ്മൾ എറിയുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഭംഗി കൂട്ടുവാനും കായികമായി നമ്മളുടെ ശരീരം നിലനിർത്തുവാനും അതിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുമെല്ലാം പലപ്പോഴും വളരെ അധികം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്താറുണ്ട്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പല വിഷയങ്ങളിലും ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ പല കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വെച്ചു പുലർത്താറുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്നോണം എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതും ദൃഢമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതും നാം ചെയ്യേണ്ടത് നമ്മളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം യഥാർത്ഥത്തിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് വലുത്. ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് നാളെ പരലോകത്ത് അവനെ നാളെ വിജയിപ്പിക്കുന്നത് എന്ന്
നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരൊക്കെ അവരുടെ വിശ്വാസം തങ്ങളുടെ ജീവൻ വരെ ആ വിശ്വാസത്തിന് നൽകാൻ വേണ്ടി മാറ്റിവെച്ച ആളുകളായിരുന്നു. സ്വഹാബികളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയ ആളുകളായിരുന്നു നമ്മളുടെ മുൻഗാമികൾ എല്ലാവരും എന്ന് നമുക്ക് കാണാം. വിശ്വാസത്തിൽ ശിർക്ക് കലരാതെ, ശിർക്കില്ലാതെ ഏറ്റവും നല്ലവരായിക്കൊണ്ട് തൊയ്യിവായ വിശ്വാസവുമായി കൊണ്ട് ജീവിച്ചു മരിക്കുന്ന ആളുകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു മാഇദയിൽ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമഅവാഹുൻ നാർ. ജീവിതത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവർക്ക് നിഷിദ്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, സൂറത്തു സുമറിന്റെ ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നമ്മൾ ശിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ, ജീവിതത്തിൽ വിശ്വാസത്തിൽ കളങ്കം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഖാസിരീങ്ങളുടെ കൂട്ടത്തിലായി പോയേക്കും, നഷ്ടക്കാരിലാകും. നാളെ പരലോകത്ത് സ്വർഗ്ഗം അവർക്ക് നഷ്ടമാകും എന്നുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് കാണാം, വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക്ക്, നിങ്ങൾ ശിർക്കിനെ നിശ്ചയമായും സൂക്ഷിച്ചു കൊള്ളുക. കാരണം ശിർക്ക് എന്നുള്ളത് ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പിന്റെ കാല് അതിനേക്കാൾ ഗോപ്യമായതാണ് ശിർക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് സ്വഹാബികൾ റസൂലിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. വകൈഫ നത്തഖീഹി വഹുവ അഖ്ഫാ മിൻ ദബീബിൻ നംൽ, അല്ല റസൂലേ, അത്രമാത്രം ഗോപ്യമായതാണ് ശിർക്ക് എങ്കിൽ എങ്ങനെയാണ് അതിനെ ഞങ്ങൾ സൂക്ഷിക്കുക? ഇത്രമാത്രം ഗോപ്യമായി ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അവൻ പോലും അറിയാതെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് ശിർക്കെങ്കിൽ എങ്ങനെയാണ് റസൂലേ അതിനെ ഞങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാം. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? അഖൂലു, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലേ, അറിഞ്ഞും അറിയാതെയും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ശിർക്കുകൾ, അതിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ ശരണം തേടുന്ന പ്രാർത്ഥനകൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ബിമാ ലാ അഅലം വഅസ്തഗ്ഫിറുക ബിമാ ലാ അഅലം എന്നുള്ള ആ പ്രാർത്ഥനകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ശിർക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ചില ഉപദേശങ്ങൾ പലപ്പോഴായി നമ്മൾ കേൾക്കുന്നതാണ്. യഹ്ഫദില്ലാഹ യഹ്ഫദുക്, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും
സംരക്ഷിക്കും എന്നുള്ള ആ ഉപദേശം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു മുള്ളുള്ള വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണോ നമ്മൾ നടക്കുക, എത്രമാത്രം ശ്രദ്ധിച്ച് നമ്മളുടെ കാലുകൾ ആ മുള്ളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാക്കിക്കൊണ്ട് നമ്മളുടെ കാലുകളൊക്കെ സംരക്ഷിച്ചു സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണോ നമ്മൾ നടക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ഈ ജീവിതത്തിലെ മരണം വരെയുള്ള നമ്മളുടെ ദിവസങ്ങളിൽ ഏറ്റവും നന്നായി സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വിശ്വാസം നമുക്ക് കൂട്ടിയുറപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് ഖദർ എന്നുള്ളത്. അള്ളാഹുവിന്റെ ഖദറുകളിൽ വിശ്വസിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് നൽകുന്ന ആ ഉപദേശങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഈ ഉമ്മത്തിലെ ഒരു ജമാഅത്ത് കൂടി നിനക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അത് നിന്നിൽ സംഭവിക്കുക തന്നെ ചെയ്യുകയില്ല. ഇനി ഒരു ജമാഅത്ത് മുഴുവൻ കൂടിക്കൊണ്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവർ ശ്രമിച്ചാലും അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അതും സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതന്നെയല്ലേ നമ്മൾ റസൂലുള്ളാഹി നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ച റബ്ബേ, നീ നൽകുന്നത് തടയുവാനോ നീ തടഞ്ഞത് നൽകുവാനോ ആർക്കും സാധിക്കില്ല എന്ന വിശ്വാസം. പ്രിയമുള്ളവരെ, ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ഏത് സന്ദർഭങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളുടെ ജീവിതത്തിൽ വന്നാലും അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ് അല്ലേ? വിശ്വാസങ്ങളിൽ ആ വിശ്വാസ കാര്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ അതിൽ നമ്മൾ പഠിച്ചതാണ്, മദ്രസ കാലയളവിൽ നമ്മൾ പഠിച്ചതാണ് നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നുള്ള വിശ്വാസം. ആ വിശ്വാസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകുന്നത് വല്ലാത്ത ഒരു ആശ്വാസമാണ്, അവന് നൽകുന്നത് വല്ലാത്ത ഒരു സമാധാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനിനെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആയത്ത് നമുക്ക് കാണാം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. ഏത് പ്രയാസങ്ങളാകട്ടെ എന്തുമാകട്ടെ അത് അല്ലാഹുവിന്റെ അനുമതി ഇല്ലാതെ അത് സംഭവിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വമൻ യുഅ്മിൻ ബില്ലാ, അല്ലാഹുവിൽ ആരാണോ അങ്ങനെ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, അവന്റെ ഹൃദയത്തെ അല്ലാഹു നേർമാർഗ്ഗത്തിലേക്ക് നയിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും. ഈ ദുനിയാവിൽ സംഭവിക്കുന്ന എന്ത് പ്രയാസങ്ങളാകട്ടെ എന്ത് മുസീബത്തുകളാകട്ടെ, വലാ ഫീ അൻഫുസികും, അതുപോലെ തന്നെ നമുക്ക് ബാധിക്കുന്ന നമ്മളുടെ സ്വന്തം നഫ്സിനെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ, സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രചിക്കപ്പെട്ടതല്ലാതെ സംഭവിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഖദാ ഖദറുകളിൽ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അതിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ പ്രയാസങ്ങളിലും അതിലുമെല്ലാം മുസീബത്തുകളിലുമെല്ലാം രോഗങ്ങളിലുമെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന നമുക്ക് കാണാം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത്.
അള്ളാഹു എല്ലാ നിലക്കും നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. സമ്പത്ത് കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട്, സന്താനങ്ങളില്ലാതെയും, അതുപോലെ തന്നെ ജൗഅ് കൊണ്ട്, ജൂഅ് കൊണ്ട്, വിശപ്പ് കൊണ്ട്, അങ്ങനെ എല്ലാ നിലക്ക് കൊണ്ട്, മാല് കൊണ്ട്, ധനം കൊണ്ട്, ധനമില്ലായ്മ കൊണ്ട്, എല്ലാ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നാൽ വബശ്ശിരിസ് സാബിരീൻ, ശമാലുക്കളായ ആളുകൾ, വബശ്ശിർ, അവര് സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലദീന ഇദാ അസാബത്ഹും മുസീബ. ഇനി നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു പ്രയാസം കടന്നു വന്നാൽ നാം എന്താണ് പറയേണ്ടത്? ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്തൊരു വിശ്വാസമാണത്. ഞാൻ പടച്ച റബ്ബേ നിന്നിൽ നിന്നാണ്, നിന്നിലേക്ക് തന്നെ തിരിച്ചു മടങ്ങേണ്ടവനാണ് എന്ന് ഒരു പ്രയാസം നമ്മളിൽ വന്നാൽ നാം പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വ റഹ്മ. അത്തരത്തിലുള്ള ആളുകൾക്കാണ്, ശമിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അത്തരത്തിലുള്ള ആളുകളാണ്, അക്കൂട്ടരാണ് വിജയിച്ച മുഹ്തദീങ്ങളായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നേറിയാൽ എന്താണ് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ? ഒരുപാട് നേട്ടങ്ങളാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അജബൽ അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. അവൻ എന്ത് ചെയ്താലും അവന് പ്രയാസങ്ങളില്ല. എന്ത് ബുദ്ധിമുട്ടുകൾ അവനക്ക് വന്നാലും, എന്ത് തന്നെ അവൻ ചെയ്താലും അവന് പ്രതിഫലങ്ങളാണ് എന്ന്, അല്ലെ? അജബൽ അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ. ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന് ഒരു പ്രയാസം അവനിൽ വന്നു കഴിഞ്ഞാൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു ഹത്താ അശൗഖത യുശാഖുഹാ. അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ മുഴുവൻ അതുമൂലം അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായിച്ചു കളയും. എത്രത്തോളമാണെന്ന് വെച്ചാൽ ഹത്താ അശൗഖത യുശാഖുഹാ, തന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ആ ഗണത്തിൽ പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അത്ര ചെറിയ ഒരു പ്രയാസം, ഒരു തലവേദന വന്നാൽ പോലും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ മുൻപ് ചെയ്തു പോയ തിന്മകൾ അതിലൂടെ മായിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അജബിൽ അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ അശൗഖത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിന ഖതായാഹാ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വരുന്ന മിന്നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അതുപോലെ തന്നെ അല്ല ഓരോ കാര്യങ്ങൾ എടുത്ത് പറയണം, ഹുസ്നിൻ വലാ അദൻ, അല്ലെ, ഉപദ്രവങ്ങൾ, അങ്ങനെ എന്തുമാകട്ടെ അതെല്ലാം അതിലൂടെ അവനൊരു പ്രയാസം അവൻ അനുഭവിച്ചോ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിലെ തിന്മകൾ അത് മായിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ദൃഢമായി നമ്മൾ ഉറപ്പിക്കുമ്പോഴാണ് ജീവിതത്തിന് കൂടുതൽ അർത്ഥവത്താകുന്നത്. ഇസ്ലാമികരമായ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ അതിൽ കൂടുതൽ ഒരു ആത്മസമൃദ്ധി, ഒരു ആത്മനിർവൃതി നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറ മനസ്സിലാക്കി അത് യഥാവിധം കല്ലുട്ടുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് യഥാവിധം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ രൂപത്തിലും ക്ഷമിച്ച്, എന്നാൽ ആ ക്ഷമ എന്നുള്ളത് നമുക്കൊരു പ്രയാസം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു രോഗം വന്നു, ക്ഷമിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സ്വഹാബിയോട് റസൂലുള്ള പറയുന്ന മറുപടി നമുക്ക് കാണാം, നീ മരുന്ന് വാങ്ങുക, അത് കഴിക്കുക എന്നുള്ളതാണ്. ജോലി നഷ്ടപ്പെട്ടു, പിന്നീട് വീട്ടിൽ ക്ഷമിച്ചിരിക്കുക എന്നുള്ളതാണ്. ആ പ്രയാസത്തിൽ നമ്മൾ ക്ഷമ കൊള്ളണം. എന്നാൽ അതിന് പരിഹാരമായിക്കൊണ്ട് ഒരു സൊല്യൂഷൻ നമ്മൾ കാണണം. അതിന് പരിഹാരമായിക്കൊണ്ട് അതിന് എന്താണോ നമുക്ക് അതിന്
പരിഹാരം അടുത്ത ജോലിക്ക് വേണ്ടി നമ്മൾ തേടണം. നമ്മളുടെ മാലിൽ പ്രയാസങ്ങളുണ്ടായി, ധനത്തിൽ പ്രയാസങ്ങളുണ്ടായി, അത് പരിഹരിക്കാനുള്ള വഴികൾ നമ്മൾ തേടണം. എന്താണോ നമ്മളുടെ പ്രയാസം, അതിൽ ആ പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ക്ഷമിച്ചുകൊണ്ട് എന്നാൽ ഈ പരിഹാരത്തെ മറികടക്കാനുള്ള എന്താണോ സൊല്യൂഷനുകൾ അതിലേക്ക് കടന്നുകൊണ്ട് പിന്നെ പിന്നെ അള്ളാഹുവിൽ തവക്കുൽ അർപ്പിക്കുക, പിന്നെ മരുന്ന് കഴിക്കുക, പിന്നെ അള്ളാഹുവിൽ തവക്കുൽ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആൽ ഇംറാനിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ വിശ്വാസികളോട് പറയുന്നത് നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസ്വാബിറൂ, നിങ്ങൾ ക്ഷമിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? വസ്വാബിറൂ, വെറുതെ ക്ഷമിക്കുകയല്ല, ആ ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ആ രൂപത്തിലല്ല എങ്കിൽ പിന്നെന്താണ്? രോഗങ്ങൾ വന്നു, അതിൽ ക്ഷമിച്ചിരിക്കുകയാണ്, എന്നാൽ എൻ്റെ രോഗം മാറുന്നില്ല, എന്താണ് മരുന്ന് കഴിക്കുന്നില്ല, ആ ഒരു രൂപത്തിലൊക്കെ ആവുമ്പോൾ മറിച്ച് പിന്നീട് പല ആവശ്യമില്ലാത്ത ശിർക്കുകളിലേക്കും മറ്റുള്ള ചിന്തകളിലേക്കും ആളുകൾ മാറിക്കൊണ്ട് ബീവികളിലേക്കും തങ്ങന്മാരിലേക്കും ജ്യോത്സ്യന്മാരിലേക്കും ഒക്കെ ഇന്ന് ആളുകൾ പോകുന്ന ഒരവസ്ഥ നമ്മൾ നിരന്തരമെന്നോണം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിച്ചു രോഗം മാറാത്ത മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ രോഗം അവസാനം മാറുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാം. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ, പടച്ച റബ്ബേ, എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുകയാണ്. വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് കരുണാനിധിയും കാരുണ്യമുള്ളവനും എന്നുള്ള രൂപത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് എന്താണോ വന്ന പ്രയാസം, ആ പ്രയാസങ്ങളെ ആ രൂപത്തിൽ ഒരു സൊല്യൂഷൻ കൂടി കണ്ടുകൊണ്ട് മുന്നേറാൻ, അല്ലാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ മറ്റുള്ള ഒരു സോഴ്സ്, ശിർക്കൻ സോഴ്സുകളിലേക്ക് നമ്മൾ കടക്കുവാൻ യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ജ്യോത്സ്യന്മാരുടെ മുമ്പിലേക്കോ തങ്ങന്മാരുടെയോ ബീവിമാരുടെയോ അല്ലെങ്കിൽ മഖബറകളിലേക്കോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുവാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത്തരത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നത്, വമൻ യുശ്രികു ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, അങ്ങനെ ബീവിമാരിലേക്കും തങ്ങൾമാരിലേക്കും മഖബറകളിലേക്കും അല്ലാഹു അല്ലാത്തവരിലേക്ക് കടക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് നിന്ന് വീണ ആളുകളെ പോലെയാണെന്നാണ്. ഒന്നുമില്ലാതെ ആകാശത്ത് നിന്ന് വീണ ആളുകളുടെ ആ ഗുരുതര അവസ്ഥയാണ് അത്തരത്തിലുള്ള ആളുകളുടേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹജ്ജിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അതാ അർറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തൻ 40 ലൈലൻ. ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള ജ്യോത്സ്യനാകട്ടെ ബീവിയാകട്ടെ തങ്ങളാകട്ടെ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്തുപോയി ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ ഫസഅലഹു എന്നാണ്. അവനൊരു ചോദ്യം ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ തന്നെ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈലൻ, 40 ദിവസത്തെ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കാതാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, മൻ അതാ കാഹിനൻ ഔ അർറാഫൻ, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരിലേക്കോ ഭാവി പറയുന്ന ആളുകളിലേക്കോ മറ്റോ ബീവിമാരിലേക്കോ തങ്ങന്മാരിലേക്കോ അത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ പോകുകയും അവരിൽ നിന്നൊരു കാര്യം കേൾക്കുകയും ആ ജ്യോത്സ്യൻ പറഞ്ഞ ആ കാര്യത്തിൽ ഈ മനുഷ്യൻ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മുഹമ്മദ് നബി കൊണ്ടുവന്നതിൽ കഫറ, അവൻ കാഫിറായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്കൻ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നേറാൻ പാടില്ല. മറിച്ച് നമ്മളുടെ വിശ്വാസത്തിന്റെ അടിത്തറ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, തൗഹീദീപരമായി മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലൂടെ
ദുആയിലൂടെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് എന്ന് നമ്മൾ സൃഷ്ടിച്ച അള്ളാഹു പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതല്ലാത്ത ഒരു വഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയിലൂടെ കടന്നുപോയി ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഖാല റബ്ബുകും ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, ആ അള്ളാഹുവിനോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് യഥാവിധമുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. ആ വിശ്വാസത്തിന് വിള്ളലുകളും പാളിച്ചകളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിനെ കൂടുതൽ കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് കൂടുതൽ സംരക്ഷണം, അതിന് കെയറിങ് നൽകിക്കൊണ്ട് നമ്മളുടെ വിശ്വാസം അത് കൂടുതൽ കൂട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അത് പഠിക്കുകയും അറിയുകയും അങ്ങനെ അത് പ്രവർത്തിക്കുകയും അങ്ങനെ മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാവിധമുള്ള ഒരു വിശ്വാസം നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു തരത്തിലുമുള്ള പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല. ഏറ്റവും നല്ല സലീമായി കൊണ്ട് മുന്നോട്ട് നടക്കാൻ, ത്വയ്യിബായി കൊണ്ട് മുന്നോട്ട് നടക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നമുക്ക് മുൻഗാമികളിൽ നിന്ന് നമുക്കുള്ള പാഠം. അതുകൊണ്ട് തന്നെ അങ്ങനെ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് മുന്നേറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചില്ലേ? ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് ഞാൻ എന്റെ അടിമയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പല രീതിയിലാണ് പടച്ച റബ്ബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പല സന്ദർഭങ്ങളിലും ഞാൻ ഒരുപാട് തിന്മയിലാണ്, ഇനി എങ്ങനെയാണ് റബ്ബിലേക്ക് നാം അടുക്കുക എന്നുള്ള ചിന്തകളാണ്. ഞാൻ നമസ്കരിക്കാൻ മാത്രം പ്രാപ്തനാണോ, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ മാത്രം ഞാൻ പ്രാപ്തനാണോ? പല ആളുകളുടെയും ചോദ്യങ്ങളും അവരോട് നമ്മൾ നമസ്കരിക്കുവാനും ഒക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അർഹമുർ-റാഹിമീനായ റബ്ബ്, ആ റബ്ബുൽ ആലമീൻ, ആ റബ്ബ് പറയുന്നത് അന ഇൻദ ളന്നി അബ്ദി ബി, എങ്ങനെയാണോ എന്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെയാണ് ആ അടിമയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വ അന മഅഹു ഇദാ ദകർനി, ആരാണോ എന്നെ കുറിച്ച് ഓർക്കുന്നത് അവന്റെ കൂടെ ഞാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഫ ഇൻ ദകർനി ഫീ നഫ്സി, ഒരുവൻ അവന്റെ നഫ്സ് കൊണ്ട് അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ദകർതഹു ഫീ നഫ്സി, അവനെ അല്ലാഹു ഓർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വ ഇൻ ദകർതനി ഫീ മലഇൻ, ഇനി ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, അല്ലെ, കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നത് അതിനേക്കാൾ ഹൈറായ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ ഞാൻ ഓർക്കും. ഏതാണ് ആ സദസ്സ്? സുബ്ഹാനല്ലാഹ്, മലക്കുകളുള്ള ആ സദസ്സിൽ വെച്ച് നിങ്ങളെ ഞാൻ ഓർക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. തീർന്നില്ല ആ ഹദീസ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ ഇൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്ത ഇലൈഹി ദിറാഅൻ, നിങ്ങൾ ഒരു ചാൺ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളിലേക്ക് ഒരു മുഴം നിങ്ങളിലേക്ക് അല്ലാഹു അടുക്കും. വ
വഇൻ അതാനി യംശി അതൈതുഹു ഹർവല. നിങ്ങൾ അല്ലാഹുവിലേക്ക് നടന്നെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളിലേക്ക് ഓടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയമുള്ളവരെ, ഇത്രമാത്രം നമ്മളോട് സ്നേഹമുള്ള ഒരു റബ്ബ്, ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, ആ റബ്ബ് നമുക്ക് നൽകിയ ഈ ദീനിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ അടിയുറച്ചുകൊണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പ്രവർത്തിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്കൊക്കെ ഏറ്റവും നല്ല വിശ്വാസം അത് കൈവരിക്കുവാനും അങ്ങനെ ജീവിതത്തിൽ മുത്തഖീങ്ങളായി മരണം കൈവരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ അവരുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖ് ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെ കുടുംബത്തെയും അതുപോലെ തന്നെ അയൽക്കാരെയും മുഴുവൻ മുസ്ലിങ്ങളെയും ഏറ്റവും നല്ലവരായി കൊണ്ട് അല്ലാഹു ജീവിച്ചു മരിപ്പിച്ച് അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കിടയിൽ കടങ്ങളാൽ അതുപോലെ തന്നെ മാനസികമായും ശാരീരികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ള പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെ ഒക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമ്മളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, അവരുടെ ഒക്കെ പ്രയാസങ്ങൾ എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അജുർനാ മിനന്നാർ, റബ്ബനാ അജുർനാ മിനന്നാർ, റബ്ബനാ അജുർനാ വ അജുർ വാലിദൈനാ മിനന്നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.